ഇന്ത്യൻ ടെക് ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ AI+ സ്മാർട്ട് ഫോൺ വിവാദം വെറുമൊരു ടെക് ന്യൂസ് അല്ല, ഇതൊരു ഒന്നൊന്നര കോമഡി സിനിമയാണ്. ഇതൊരു പക്ക ട്രോൾ സ്റ്റൈലിൽ നമുക്കൊന്ന് ഡീകോഡ് ചെയ്യാം. കഥാപാത്രങ്ങൾ AI+ എന്ന പുതിയ സ്മാർട്ട് ഫോൺ ബ്രാൻഡ്, പിന്നെ ഇതിൻ്റെ തലപ്പത്തുള്ള മുൻ റിയൽമി CEO മാധവ് ഷേത്ത്. തുടക്കം 2025 ജൂലൈയിൽ അവർ വലിയൊരു അവകാശവാദവുമായി വന്നു. ഇന്ത്യയുടെ സ്വന്തം സ്മാർട്ട് ഫോൺ. അവരുടെ പരസ്യങ്ങൾ കണ്ട നമ്മൾ രോമാഞ്ചം വന്ന് ഇരുന്നു പോകും. ചൈനീസ് ഫോണുകൾ നിങ്ങളുടെ ഡാറ്റ മോഷ്ടിക്കും, അവർ അപകടകാരിയാണ്, അതിനാൽ ഞങ്ങളുടെ AI+ ഫോൺ വാങ്ങൂ. നിങ്ങളുടെ ഡാറ്റ ഗൂഗിൾ ക്ലൗഡ് ഇന്ത്യയിൽ ഭദ്രമായിരിക്കും. ഫോൺ ഓണാക്കുമ്പോൾ തന്നെ സ്ക്രീനിൽ എഴുതി കാണിക്കും, യുവർ ഡാറ്റ സ്റ്റേ സേഫ് ഇൻ ഇന്ത്യ എന്ന്. ഇതൊക്കെ കേട്ട് രോമ എഴുന്നേറ്റുന്ന ഇന്ത്യൻ ജനത കരുതി, ഇനിയിപ്പോൾ ചൈനീസ് ഫോണുകൾ എടുത്ത് കിണറ്റിലിടാം, നമ്മുടെ സ്വന്തം ഇന്ത്യൻ ഫോൺ വന്നല്ലോ. സീൻ 2. ചേട്ടാ, ഈ ഫോൺ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെയാണ് നമ്മുടെ ടെക് യൂട്യൂബർ ഗൈൻ തെറാപ്പി സീനിലേക്ക് വരുന്നത്. പുള്ളി ഈ ഫോൺ വാങ്ങി ഒന്ന് ഓൺ ചെയ്തു നോക്കി. ട്വിസ്റ്റ് നമ്പർ 1, സോഫ്റ്റ്വെയർ. ഇതിൻ്റെ സോഫ്റ്റ്വെയർ കണ്ടാൽ റിയൽമി ഫോണിൻ്റെ UI കാർബൺ കോപ്പിയാണ്. പോരാത്തതിന് ഇതിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത 3 ആപ്പുകൾ: ക്ലീൻ അസിസ്റ്റൻറ്റ്, ഫോൺ ക്ലോൺ, പിന്നെ മൊബൈൽ ബട്ടണർ. അതിൻ്റെ പ്രൈവസി പോളിസി എടുത്തു നോക്കിയപ്പോഴാണ് കോമഡി. ഈ ആപ്പുകൾ ഡാറ്റ അയക്കുന്നത് സ്പ്രോക്കോൺ ടെക്നോളജി എന്ന് പറയുന്ന പക്ക ചൈനീസ് കമ്പനിയാണ്. അതായത് ചൈനയ്ക്ക് ഡാറ്റ കൊടുക്കരുതെന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തിട്ട് സ്വന്തം ഫോണിലൂടെ ഡാറ്റ ചൈനയ്ക്ക് തന്നെ പാർസൽ അയക്കുന്ന ഒരു ഉദാര മനസ്സ്. ട്വിസ്റ്റ് നമ്പർ 2, ഹാർഡ്വെയർ. 2026 ഇവർ നോവ ഫ്ലിപ്പ് എന്നൊരു ഫോൺ ഇറക്കി. ടെക്ബർ എന്ന യൂട്യൂബും ഇത് പൊളിച്ച് നോക്കിയപ്പോൾ അത് യഥാർത്ഥത്തിൽ ZTE Nimba Flip 2 എന്ന ചൈനീസ് ഫോണിന്റെ അതേ സാധനം. സ്ക്രൂ മുതൽ സെൻസർ വരെ ZTEയുടെ. പിന്നെ അവർ ഒരു വെയർബഡ്സ്, സ്മാർട്ട് വാച്ചും ഇയർഫോണും കൂടി ഒരു ഐറ്റം ഇറക്കി. അത് ഇന്ത്യയിൽ സ്വന്തമായി ഡിസൈൻ ചെയ്തതാണെന്ന് തള്ളി. സത്യത്തിൽ അത് AI പവർ എന്നൊരു ചൈനീസ് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആയിരുന്നു. ഇത്രത്തോളം കോപ്പിയുടെ ആണെന്ന് വെച്ചാൽ ആ ചൈനീസ് കമ്പനിയുടെ ലോഗോക്ക് മുകളിൽ അവരുടെ ലോഗോ കൊണ്ടുപോയി വെച്ചാൽ മില്ലിമീറ്റർ വ്യത്യാസമില്ലാതെ കറക്റ്റായി മാച്ച് ആകും. കോപ്പി അടിക്കാൻ പോലും അവർക്ക് ഭയങ്കര മടിയായിരുന്നു. അതിനെയാണ് നമ്മൾ ടെക് ഭാഷയിൽ ODM, ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചർ വഴി സാധനം വാങ്ങി സ്വന്തം സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുന്നു എന്ന് പറയുന്നത്. സീൻ 3, കള്ളൻ കപ്പലിൽ തന്നെ. കേസ് കോടതിയിൽ. കള്ളത്തരം കൈയോടെ പിടിച്ചപ്പോൾ കമ്പനി CEO വന്ന് മാപ്പ് പറയുന്നു കരുതിയോ? ഇല്ല. പകരം അദ്ദേഹം നേരെ പോയി ഡൽഹി ഹൈക്കോർട്ടിൽ കേസ് കൊടുത്തു. തങ്ങളുടെ കള്ളത്തരം കണ്ടുപിടിച്ച യൂട്യൂബേഴ്സിനെ വീഡിയോകൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ഒരു എതിർഭാഗമില്ലാത്ത വാദം കേൾക്കാൻ വാങ്ങുന്ന ഓർഡർ വാങ്ങി. കോടതിയിൽ അവഗണിച്ച കോമഡികൾ. ജോൺ ഡി. കേസിൽ പ്രതികൾ ആയി ചേർത്തത് ജോൺ ഡി എന്ന സാങ്കല്പിക പേരാണ്. അതായത് ഇന്ന ആൾക്കാരെ നോട്ടീസ് അയക്കേണ്ടത് എന്ന് കമ്പനിക്ക് അറിയില്ലത്രേ. ഉദ്ദേശം യൂട്യൂബേഴ്സ് ഈ കേസിൻ്റെ കാര്യം അറിയാൻ പാടില്ല. ഫേക്ക് ഇമെയിൽ ID. യൂട്യൂബേഴ്സിന് വക്കീൽ നോട്ടീസ് അയച്ചത് നിലവിലില്ലാത്ത ഫേക്ക് ഇമെയിൽ IDകളിലാണ്. ഫോൺ വിളിക്കുന്ന സമയത്ത് ഇവരാരും സത്യം പറഞ്ഞ വീഡിയോ ഇടാതിരിക്കാൻ വേണ്ടിയുള്ള ഒന്നൊന്നര ഉടായിപ്പ്. സീൻ 4, ക്ലൈമാക്സ്. എയറൽ കെയർ കമ്പനി. അവസാനം ഈ വക്കീൽ നോട്ടീസ് കണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ യൂട്യൂബർ മിസ്റ്റർ ഹൗസ് ദ ബോസ് സിനിമയിലേക്ക് വന്നു. പുള്ളി ഈ കമ്പനിയുടെ CEO നേരിട്ട് ഫോണിൽ വിളിച്ച് പഞ്ഞി കിട്ടു. ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും CEOക്ക് ഉത്തരവില്ല. അവസാനം കേസ് വീണ്ടും കോടതിയിൽ വന്നപ്പോൾ ജഡ്ജി കാര്യം മനസ്സിലായി. ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് കോടതി കമ്പനിക്ക് നല്ല പണി കൊടുത്തു. നേരിട്ട് വന്ന് കോടതിയിൽ വിശദീകരണം നൽകാൻ CEOയോട് കോടതി ആവശ്യപ്പെട്ടു. പിന്നീട് ഇത് സംഭവിച്ചു. ആ ദിവസം CEO കോടതിയുടെ പാടി ചവിട്ടിയില്ല. ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ വലിയ ബോർഡും വെച്ച് വരുന്ന എല്ലാ കമ്പനികളും കണ്ണടച്ച് വിശ്വസിക്കരുത്. സ്വന്തം രാജ്യത്തിൻ്റെ പേര് വിറ്റ് കള്ളത്തരം കാണിക്കുന്ന ഇത്തരം ലാല കമ്പനികൾ കാരണം ശരിക്കും കഷ്ടപ്പെട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന യാഥാർത്ഥ ഇന്ത്യൻ ബ്രാൻഡുകൾ കൂടിയാണ് ചീത്തപ്പേരുണ്ടാകുന്നത്.